മതിലകം വീണ്ടും ഒരു അഖിലേന്ത്യാ വോളിബോൾ ആരവങ്ങളിലേക്ക് ചുവടുവെക്കുന്നു. മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന രണ്ടാമത് സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ മതിലകം സെയിന്റ് ജോസഫ്സ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോളിബോളിന്റെ ആവേശം ത്രസിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ അണിനിരക്കും. 15,000-ൽ പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കുന്നത്. 10 നിലകളുള്ള ഗ്യാലറിയും കോർട്ടിന് ചുറ്റും കസേരകളും കാണികൾക്കായി ഒരുക്കും. 250 പേരുടെ സംഘാടക സമിതി രൂപവൽക്കരിച്ച ചുമതലകൾ വിഭജിച്ചു നൽകി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മണപ്രദ പ്രദേശം വോളിബോളിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് നമുക്കറിയാം. ഒളിമ്പ്യന്മാരെ പോലും സമ്മാനിച്ച ഒരു പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരപരമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വോളിബോൾ എന്ന് പറയുന്നത്. ബാക്കി പല കായിക കാര്യങ്ങളുണ്ടെങ്കിലും വോളിബോളിലുള്ള പ്രാധാന്യം വളരെ മികച്ചതാണെന്നുള്ളതും നമുക്കറിയാം. നമ്മളിപ്രാവശ്യമാണെങ്കിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് നടപ്പാക്കും. ഒരു ഏപ്രിൽ മാസം അവസാനം തുടങ്ങി മെയ് ആദ്യം വരെയുള്ള സമയത്ത് ഇവിടെ പുരുഷന്മാര് സ്ത്രീകളിലെ വ്യത്യസ്തമായിട്ടുള്ള 2 തരത്തിൽ ആലോചിക്കുന്നുണ്ട്. സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറേ നാൾക്ക് മുമ്പ് വളരെ ഭംഗിയായി സംഘടിപ്പിച്ചപ്പെട്ട ഈ ആളുകൾ തന്നെയാണ് മിക്കവാറായിരിക്കുന്ന ആളുകളൊക്കെ. നമ്മൾ ആ രീതിയിലാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ വോളിബോളിന് അത് മാത്രമല്ല ഒരു സ്പോർട്സ് അക്കാദമി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ഇത്രയും കാര്യങ്ങൾ വളർന്നു വരുന്നൊരു ആഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും ഏറ്റവും മാരകമായിട്ടുള്ള വിപത്തായിട്ട് ലഹരി വരികയാണ്. ആ ലഹരി വരുമ്പോൾ നമുക്ക് അതിനുള്ള പകരം വയ്ക്കാവുന്ന ഒരു കാര്യം കലാകായിക രംഗത്തെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. 10ഓളം അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കും. ഏകദേശം 60 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 15,000-ഓളം കാണികളെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയമാണ് ഉദ്ദേശിക്കുന്നത്. ഗ്യാലറികളിലും കസേരകളിലുമായി 15,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 250 പേരുടെ സംഘാടക സമിതി രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനത്തിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാഷ് സൂചിപ്പിച്ചതുപോലെ 10 അനുബന്ധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവ് ഇതിന് പ്രതീക്ഷിക്കുന്നു. നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏകദേശം നമ്മളോട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത് സീഷോർ ഗ്രൂപ്പാണ്. മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെയുള്ള പോരാട്ടം കൂടിയാണിത്. ഈ വിപത്തിനെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണം. ഇതിനെതിരെ കളിയും കളിക്കളവും ഒരുങ്ങണമെന്നും ET ടൈസൺ MLA, സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, KY അസീസ്, MA വിജയൻ, CS രവീന്ദ്രൻ, ഹംസ വൈപ്പിപ്പാടത്ത്, ഷിബു വർഗീസ്, PH അമീർ, PH നിയാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുന്നക്കുരു ബസാറിലും ഫേഷ്യൽ, ഹെയർ കട്ട്, ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ കളറിംഗ്, ഹെഡ് മസാജ്, henna treatment, beard setting, beard styling and coloring, bleaching, pedicure and manicure, wedding makeup, bleaching and cleanup and spa, Vogue Cuts Gents Beauty Parlor, Punnakuru Bazaar. Phone 9072076660 048029800022. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ, ഇൻസ്പയർ ആർക്കേഡ്, 3 പീടിക. ഫോൺ 9562686660 048029800033. ബ്രൈഡൽ മേക്കപ്പ്, സ്പാ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ ട്രീറ്റ്മെന്റ്, ഫേഷ്യൽ, ഐ കെയർ, ഹെയർ കളറിംഗ്, വാക്സിംഗ്, സ്കിൻ ട്രീറ്റ്മെന്റ്, സ്മൂത്തനിംഗ്, മെഹന്തി. വോഗ് കട്ട്സ് ജെന്റ്സ് ബ്യൂട്ടി പാർലർ, കാളമുറി, ചളിങ്ങാട്. ഫോൺ 9947777300. You're watching True Line News.